എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. IT അഡ്മിഷൻ 2025 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്, അത് വ്യവസായ നൈപുണ്യ വകുപ്പിന്റെ കീഴിൽ 108 ഗവൺമെന്റ് IT കോളേജുകളിലെ 72 ട്രേഡുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ITI അഡ്മിഷൻ 2025 ഡയറക്റ്റ്, നിങ്ങൾ IT അഡ്മിഷൻ 2025 ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് വ്യവസായ നൈപുണ്യ വകുപ്പിന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ അഡ്മിഷൻ ആരംഭിച്ചു വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. IT അഡ്മിഷൻ 2025 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് വ്യവസായ നൈപുണ്യ വകുപ്പിന്റെ കീഴിൽ 108 IT കോളേജുകളാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത്. വ്യവസായ നൈപുണ്യ വകുപ്പിൽ, അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ളത്. അതിലെ 72 ട്രേഡുകളിലേക്കുള്ള അഡ്മിഷൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ IT അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം 20 തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IT ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ഓർത്ത്. ജൂൺ മാസം 20 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. പ്രിയ വിദ്യാർത്ഥികൾ, പല കാര്യങ്ങളും ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേരിഫിക്കേഷൻ എന്നൊരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ ചെയ്യണം. അത് നിങ്ങളടുത്തുള്ള അതായത് നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്ത് നിങ്ങൾ കോളേജും കോഴ്സും കൊടുത്തു, 100 രൂപ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിച്ചോ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കും, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ പേര് വരില്ല. വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, വേരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും മറ്റ് SLC മറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ട് അത് നിങ്ങളുടെ അനുബന്ധ രേഖകൾ ആധാറൊക്കെ കയ്യിലെടുത്തോ, എന്തൊക്കെയുണ്ട് അതിൽ അത്യാവശ്യം കയ്യിലെടുത്ത് വെച്ചോ. അപ്പോൾ അതെല്ലാം കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് IT കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, വേരിഫിക്കേഷൻ നടത്തണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ അലോട്ട്മെൻ്റ് അല്ല, റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. കാരണം അലോട്ട്മെൻ്റ് എന്ന് പറയാത്തതിന് കാരണം അലോട്ട്മെൻറ്റ് വഴിയല്ല അഡ്മിഷൻ നടക്കുന്നത്, റാങ്ക് ലിസ്റ്റ് വരികയാണ്. ഇപ്പം നിങ്ങൾ ഈ കൊടുത്ത ഇത് പ്രകാരം നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്മിഷൻ സാധ്യതകൾ മനസ്സിലാക്കി കോളേജിൽ നിന്നും അധ്യാപകർ നിങ്ങളെ ഫോൺ മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ടൊരു സ്പോട്ട് അഡ്മിഷൻ്റെയൊക്കെ ഒരു പോളിസിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സ്പോട്ട് അഡ്മിഷനിൽ എങ്ങനെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു, ശേഷം അധ്യാപകർ നമ്മളെ ഫോണുമായി ബന്ധപ്പെടുന്നു. ഏതാണ്ട് അതേ ഒരു പ്രൊസീജിയറാണ് നമുക്കിവിടെയും എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇപ്പം സ്പോട്ട് അഡ്മിഷൻ എന്താണെന്ന് ഇപ്പം SLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല, കാരണം അവർ ആയി വരുന്നേ ഉള്ളൂ, +1 ആയിട്ടില്ല. എന്നാൽ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ് ITക്ക് പോയിരിക്കുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എന്താണ് സ്പോട്ട് അഡ്മിഷൻ, എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നതെന്നൊരു ധാരണ ആ വിദ്യാർത്ഥിക്ക് കാണും. ഓക്കെ, വാട്ടെവർ. അപ്പം നിങ്ങൾ അപേക്ഷ കഴിഞ്ഞാൽ മാത്രം പോരാ, ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 20 തീയതിയാണ്. വേരിഫിക്കേഷൻ നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ്, നിങ്ങളുടെ അപേക്ഷ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 24 ജൂൺ മാസം 20 തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ജൂൺ മാസം 24 തീയതിക്കുള്ളിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട്, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് IT കോളേജിൽ പോയിട്ട് അവിടുത്തെ അധ്യാപകരെ കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, വേരിഫിക്കേഷൻ ചെയ്യണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ ചെയ്യുന്ന അപേക്ഷകൾ മാത്രമേ റാങ്ക് ലിസ്റ്റിനായിട്ട് പരിഗണിക്കുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രധാനമായി എടുത്തു പറയേണ്ടത്, വേരിഫിക്കേഷൻ ചെയ്യണമെന്ന്. ഒരുപാട് വിദ്യാർത്ഥികൾക്കുള്ള ഡൗട്ടായിരുന്നു അത്. എനിക്ക് പരിചയമുള്ള ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുമായിരുന്നു, അപേക്ഷ കൊടുത്തിട്ട് അവിടെ ഇരിക്കുമായിരുന്നു, വേരിഫിക്കേഷൻ ചെയ്യാൻ പോലും. ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അവൻ്റെ ഫ്രണ്ട് ITയിൽ അഡ്മിഷൻ കൊടുത്തിരിക്കുമായിരുന്നു. അപ്പം അവൻ എന്നോട് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, നീ വേരിഫിക്കേഷൻ ചെയ്തോ? അപ്പോൾ പറഞ്ഞു അതെന്താ സംഭവം എന്ന്. അന്നേരമാണ് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, ഇതുപോലെ അപേക്ഷ മാത്രം പോരാ, നിൻ്റെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷനും കൂടെ നടത്തണം അടുത്തുള്ള IT കോളേജിൽ പോയിട്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്ക് ഇത് അറിയില്ലെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചെങ്കിലും നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ നടത്തണം. കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്
ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ആരെങ്കിലും തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരുമായി നമസ്കാരം, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ ക്രിക്കറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.